Hi all. Today we are going to discuss about the solution of state space equation. In our previous classes, we discussed that how to represent a state, how to represent in state space. So we discussed about controllable form, observable form, diagonal form, and Jordan form. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിന്റെ എക്സാമ്പിളൊക്കെ നമ്മൾ നോക്കിയതാണ്. നമ്മൾ ഒരു എക്സാമ്പിളോട് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ സൊല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ് സ്പേസിന്റെ സൊല്യൂഷൻ എങ്ങനെ കാണും. ഓക്കെ, സോ അതിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സേ നമുക്കൊരു ലാപ്ലാസ് ഫോമിൽ അല്ലെങ്കിൽ നമ്മുടെ കൺവേർഷൻ ഫോമിൽ സിസ്റ്റം ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ YFS by UFS equal to 10 into S plus 4 by S into S plus 1 into S plus 3. സോ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെ നമുക്ക് ജസ്റ്റ് കൺവേർട്ട് ഇൻറ്റു ഇറ്റ്സ് സ്റ്റേറ്റ് സ്പേസ്, കൺവേർട്ട് ദിസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് സ്പേസ്. ഓക്കെ, സോ നമുക്ക് ആദ്യം കൺട്രോളർ ഫോമിൽ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യും നമുക്ക് നോക്കാം. ഓക്കെ, സോ കൺട്രോളർ ഫോം ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്സർവർ ഫോം എളുപ്പത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് കൺട്രോളർ ഫോമിലോട്ട് പോകും. അതിനോട്ട് മുന്നേ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഞാൻ അതിനെ എക്സ്പാൻഡ് ഒക്കെ ചെയ്ത് ഞാൻ സ്റ്റൂട്ടൽ ഫോം ആക്കി മാറ്റി. ഓക്കെ, സോ 10 into S plus 4 by S into S plus 1 into S plus 3 ഞാൻ ബ്രാക്കറ്റ് ഒക്കെ മാറ്റി എക്സ്പാൻഡ് ചെയ്തപ്പോൾ 10S plus 40 by S square plus 4S plus 3S എന്ന് കിട്ടി. ഓക്കെ, സോ നമ്മൾ ഇതിനെയാണ് നമ്മൾ കൺട്രോളർ ഫോമിലോട്ട് കൊണ്ടുപോകുക. ഓക്കെ, സോ നമ്മൾ കൺട്രോളർ ഫോമിന്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്കറിയാലോ. സോ എക്സ് ഡോട്ട് ഈക്വൽ ടു കൺട്രോൾ ഫോമില് AX plus BU, Y ഈക്വൽ ടു CX plus DU. ഇതാണ് നമ്മുടെ കൺട്രോളർ ഫോമിലുള്ള നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓർഡർ എത്രയാ? 3 അല്ലേ. ഓക്കെ, സോ 3 ആയതുകൊണ്ട് നമ്മുടെ ഇതിന്റെ എയും ബിയും സിയും മെട്രിക്സ് എങ്ങനെ എഴുതുന്നറിയോ? റെഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഇട്ടു, അങ്ങനെ ഇട്ടു. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് നമ്മുടെ ഫോമിലോട്ട് കൊണ്ടുവന്നു. ഇവിടുത്തെ ഓർഡർ 3 ആയത് കാരണം സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് റെഡ്യൂസ് ചെയ്ത് 0 1 0 0 0 1 ഇൻറ്റു ഇവിടെ എന്താ AN അല്ലേ, N 3 അല്ലേ, മൈനസ് A3 മൈനസ് A3 മൈനസ് 1 A3 മൈനസ് അങ്ങനെ പോകും കേട്ടോ, അങ്ങനെ വരും. ഓക്കെ, സോ മൈനസ് A3 മൈനസ് A2 മൈനസ് A1 എന്ന് കിട്ടും. ബി എന്ന് പറയുന്നത് 0 0 1 ആണ്. C1 എന്ന് പറയുന്നത് C2 C1 C0. ഓക്കെ, ഇത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ഓക്കെ, സോ അതിലോട്ട് പോകുന്നില്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് എയും ബിയും എന്തൊക്കെയാണെന്ന് നോക്കുക. എ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലുള്ള എസിന്റെ കോയിഫിഷ്യന്റ് ആണ് എ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ ന്യൂമിനേറ്ററുള്ള എസിന്റെ കോയിഫിഷ്യന്റ് ആണ് ബി. ഓക്കെ, സോ ഇവിടെ നമുക്ക് കിട്ടും A1 എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, A1 എന്ന് പറയുന്നത് S2ന്റെ കോയിഫിഷ്യന്റ് ആണ് 4. ഓക്കെ, എസിന്റെ കോയിഫിഷ്യന്റ് ആണ് 3, അതാണ് A2. ഓക്കെ, then SS0 കോയിഫിഷ്യന്റ് ആണ് ഒന്നുമില്ല, സോ A3 equal to 0. ഓക്കെ, A1 എന്ന് പറയുന്ന S2ന്റെ കോയിഫിഷ്യന്റ്, A2 എന്ന് പറയുന്ന എസിന്റെ കോയിഫിഷ്യന്റ്, A3 എന്ന് പറയുന്നത് 0. ഓക്കെ, ഇനി B0 എന്താണ്? B0 എന്ന് പറയുന്നത് ന്യൂമിനേറ്ററിലുള്ള എസ് ക്യൂബിന്റെ കോയിഫിഷ്യന്റ് ഒന്നുമില്ല, സോ 0. ഓക്കെ, B1 എന്ന് പറയുന്ന ന്യൂമിനേറ്ററിലുള്ള S2ന്റെ കോയിഫിഷ്യന്റ് ഇവിടെ ആ ടൈം ഇല്ല, സോ B1 equal to 0. B2 എന്ന് പറയുന്ന ന്യൂമിനേറ്ററിലുള്ള എസിന്റെ കോയിഫിഷ്യന്റ്, സോ വി ഗെറ്റ് 10. B3 എന്ന് പറയുന്ന ന്യൂമിനേറ്ററിലുള്ള കോൺസ്റ്റന്റ് 40. ഓക്കെ, സോ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നിന്ന് നമ്മുടെ ഈ കോയിഫിഷ്യന്റ് എടുത്ത് എഴുതി മാത്രമേ ഉള്ളൂ. ഇത് അറിയുന്നതിന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ എ മെട്രിക്സ് എഴുതാം. എ മെട്രിക്സ് എങ്ങനെ എഴുതി നോക്കി? 0 1 0 0 0 1 മൈനസ് A3. A3 എത്രയാ? 0, സോ മൈനസ് 0. A2 3, സോ മൈനസ് A2 മൈനസ് 3. A1 എന്ന് പറഞ്ഞാൽ 4 ആണല്ലോ. ക്ലിയർ ആയോ? ബി എന്ന് പറയുന്നത് 0 0 1. സോ ഇതാണ് എന്റെ എ മെട്രിക്സ്. ക്ലിയർ ആയോ? നമ്മളെ മൈനസ് A3 മൈനസ് A2 മൈനസ് A1. A1 A2 A3 ഞാൻ ആൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി y ഔട്ട്പുട്ട് ഇക്വേഷൻ കാണാം. ഔട്ട്പുട്ട് ഇക്വേഷൻ എങ്ങനെയാണ്? C2 എന്നുള്ളത് BN മൈനസ് AN ഇൻറ്റു B0. BN എത്രയാ? ഇവിടെ N equal to 3 അല്ലേ, അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? നമ്മൾ എങ്ങനെ എഴുതും? N-ന്റെ സ്ഥാനത്ത് 3 കൊടുത്തു കഴിഞ്ഞാൽ B3 മൈനസ് A3 ഇൻറ്റു, അല്ലേ? നമ്മൾ ഇക്വേഷൻ നോക്കുക കണ്ടോ, എന്റെ സ്ഥാനത്ത് 3 കൊടുത്തു. A3 മൈനസ് B3 ഇൻറ്റു B0 അല്ലേ, B0 അല്ലേ? അതെ. B3 വാല്യൂ എത്രയാണ്? 40 മൈനസ് A3 എത്രയാണ്? 0. സോ 0 ഇൻറ്റു 40 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 അല്ലേ? അതാണ് എന്റെ C1. സിമിലർലി ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും 10 0. നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ക്ലിയർ ആയോ?
എളുപ്പമാണത്. സോ ഇങ്ങനെയാണ് നമ്മളെ കൺട്രോളബിൾ ഫോമിലുള്ള റെപ്രസെന്റേഷൻ ചെയ്യുക. ഇനി ഒബ്സർവ് ഫോം ആണെങ്കിൽ എങ്ങനെ ചെയ്യുക? ഒബ്സർവ് ഫോം ആണെങ്കിൽ അതിന്റെ എ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ്, കൺട്രോളബിളിലെ ഏത് ട്രാൻസ്പോസ് ആയിരിക്കും ഒബ്സർവബിളിലെ എ മെട്രിക്സ്. ഓക്കെ, ദെൻ കൺട്രോളബിളിലെ സി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഒബ്സർവബിളിലെ ബി മെട്രിക്സ് കിട്ടും. ഓക്കെ, കൺട്രോളബിളിലെ ബി മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോളബിൾ ഫോമിലുള്ള സി മെട്രിക്സ് കിട്ടും. സോ കൺട്രോളും ഒബ്സർവബിളും ഏകദേശം സെയിം ആയത് കാരണം ഞാനോട്ട് പോകുന്നില്ല. ഓക്കെ, ഇനി സപ്പോസ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇനി ഡയഗണൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാലോ എങ്ങനെ വരും? ഡയഗണൽ ഫോമിലാണെങ്കിലോ ആണോ 10 into s plus 4 into s into s plus 1 into s plus 3 ഞാൻ ഡയഗണൽ ഫോമിലായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സോ നിങ്ങൾ പാർഷ്യൽ ഡയഗണൽ ഫോം ആണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങ് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യുക. a by s plus b by s plus 1 into c by s plus 3. സോ നമുക്കറിയാം പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയാം. സോ അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഞങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. സോ we get a is equal to 40/3, b equal to -15 and c is equal to 5/3. കിട്ടിയേ? ഓക്കെ, ഇനി നമ്മളെ ഡയഗണൽ ഫോമിലെ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ എങ്ങനെയാണ് നമുക്കറിയാം, ഇതുപോലെ വരും അല്ലേ? സപ്പോസ് നമ്മുടെ ഫോർമാറ്റ് ഈ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് പ്ലസ് ലാംഡ 1 അല്ലേ? സോ ലാംഡ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ 1. സോ നമ്മുടെ ഈ നമ്മുടെ സിസ്റ്റത്തിന്റെ പോൾസ് എല്ലാം ഇത് ഡയഗണലായിട്ട് അങ്ങ് എഴുതുക. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്നത് ഫുള്ളി 1 മാട്രിക്സ്. ഓക്കെ, സി എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് എടുത്തങ്ങ് എഴുതുക. ഓക്കെ, ഇവിടെ ഏതൊക്കെയാ പോൾസ്? നമുക്ക് എസ് ഇസ് ഈക്വൽ ടു 0, 0 ഒരു പോൾ ഉണ്ട്. എസ് പ്ലസ് 1 ഈക്വൽ ടു 0, സോ എസ് ഇസ് ഈക്വൽ ടു -1. എസ് പ്ലസ് 3 ഈക്വൽ ടു 0, സോ എസ് ഇസ് ഈക്വൽ ടു -3 അല്ലേ? സോ ഡയഗണൽ എന്ത് വരും? 0, -1, -3. ബാക്കി എല്ലാം 0. ഓക്കെ, ഉണ്ടോ? ബാക്കി എല്ലാം 0. ബി എന്ന് പറയുന്നത് 1/m, എല്ലാം 1 ആയിരിക്കും. ഓർഡർ 3 ആയതുകൊണ്ട് 1, 1, 1 അല്ലേ? y എന്ന് പറയുന്നത് നമ്മുടെ c1 എത്രയാ? 40/3 ഇവിടെ ഉണ്ട്. -15 c2, 5/3 c. എളുപ്പമാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് ഞാൻ റിവൈസ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ അത് എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്നാണ് നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ. അവന്റെ സൊല്യൂഷൻ അതായത് അവന്റെ എക്സ് ഓഫ് ടി ഈക്വൽ ടു എന്താണെന്ന് കാണുക. എവിടെ എന്ന സൊല്യൂഷൻ മീൻസ് എക്സ് ഓഫ് ടി എന്താണെന്ന് കാണുക. എസ് ഡോട്ട് ഒ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു എന്ന് പറഞ്ഞ എന്ന സ്റ്റേറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ എക്സ് ഓഫ് ടി എന്താണെന്ന് കാണുക. ഓക്കെ, സോ ഈ സ്റ്റേറ്റ് ഇക്വേഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും. ഇനി എന്താണ് ഹോമോജീനിയസ്? എ സിസ്റ്റം വിത്തൗട്ട് ഇൻപുട്ട് ഈസ് കാൾഡ് ഹോമോജീനിയസ്. ഓക്കെ, ഇൻപുട്ടോട് കൂടി സിസ്റ്റത്തെ പറയുന്ന പേരാണ് നോൺ ഹോമോജീനിയസ്. ഓക്കെ, കൺഫ്യൂഷൻ വരരുത്. എ സിസ്റ്റം വിത്തൗട്ട് ഇൻപുട്ട് ഈസ് കാൾഡ് ഹോമോജീനിയസ്. നമുക്ക് ആദ്യം ഹോമോജീനിയസിന്റെ സ്റ്റേറ്റ് സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ, ദാറ്റ് ഈസ് സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ വിത്തൗട്ട് ഇൻപുട്ട്. ഇൻപുട്ട് ഇല്ലാത്ത സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ. ഓക്കെ, സോ ആ ഹോമോജീനിയസ് സ്റ്റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് നമുക്ക്, അതായത് കൺസിഡർ സ്റ്റേറ്റ് ഇക്വേഷൻ വിത്തൗട്ട് ഇൻപുട്ട് വെക്റ്റർ. ഓക്കെ, സ്റ്റേറ്റ് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി യു അല്ലേ? അപ്പോൾ ഇൻപുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ യുവിന്റെ ടൈം ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ? സോ നമ്മുടെ സ്റ്റേറ്റ് ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, യു ഇല്ല. സേ കൺസിഡർ അവർ ഇനിഷ്യൽ കണ്ടീഷൻ ഈസ് x0. ഓക്കെ, x0 നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് ലാപ്ലാസ് അപ്ലൈ ചെയ്യാം. എക്സ് ഡോട്ട് ഈക്വൽ ടു എ എക്സ് ഇതിലോട്ട് നമുക്ക് ലാപ്ലാസ് അപ്ലൈ ചെയ്യാം. അപ്ലൈ എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി അല്ലെങ്കിൽ എക്സ് ഡോട്ട് ഓഫ് ടി മീൻസ് ഡി ബൈ ഡി ടി എക്സ് ഓഫ് ടി ചെയ്യുമ്പോഴേ എസ് ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് ഇനിഷ്യൽ കണ്ടീഷൻ ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഓഫ് എസ്. ഓക്കെ, ഇനി എസ് ഓഫ് എസിന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക, അത് ഈ അപ്പുറത്തേക്ക് വരും അല്ലെ? സോ എസ് ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് എസ് ഈക്വൽ ടു നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻ എക്സ്. സോ നമ്മുടെ എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതെല്ലാം മെട്രിക്സ് അല്ലേ? സോ എസ് ഐ മൈനസ് അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും ഇൻവേഴ്സ് ആവും ഇൻറ്റു എക്സ് ഓഫ് 0. ഓക്കെ, ഇതാണ് എന്റെ എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ വേണ്ടത്? എക്സ് ഓഫ് ടി ആണ് കാണേണ്ടത്, നമുക്ക് സൊല്യൂഷൻ ആണ് വേണ്ടത്. സോ എക്സ് ഓഫ് ടി കാണാൻ എന്ത് ചെയ്യണം? ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എടുത്താൽ പോരെ ഇല്ലേ? സോ എക്സ് ഓഫ് എസിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി ആണ് നമുക്ക് വേണ്ടത്. സോ വിച്ച് മീൻസ് ഈ എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് 0യുടെ ഇൻവേഴ്സ് എനിക്ക് കാണും. ഓക്കെ, സോ എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഓഫ് 0 ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഓൾ എൽ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് അവർ സൊല്യൂഷൻ ഓഫ് homogeneous state equation. Okay,
കുറച്ചും സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ആദ്യം ഈ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് എക്സ്പാൻഷൻ നോക്കുക. സോ അതിന്റെ എക്സ്പാൻഷൻ ഇങ്ങനെ വരും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് കാണാതെ പഠിക്കുക. സോ എസ് ഐ മൈനസ് എ ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറയുന്നത് ഐ പ്ലസ് എ ടി പ്ലസ് 1/2 ഫാക്ടോറിയൽ എ സ്ക്വയർ ടി ടി സ്ക്വയർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് എന്തിന്റെ ഫോർമാറ്റാ? ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് ഇ റേസ് ടു എ ടി അല്ലേ? ഇ റേസ് ടു എ ടി ഫോർമാറ്റ് അല്ലേ? ഓക്കെ, സോ നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇ റേസ് ടു എ ടി കൊടുത്തൂടെ? സോ ദ സൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഇൻറ്റു എക്സ് ഓഫ് 0. ഓക്കെ, സോ ആ ഇ റേസ് ടു എ ടി പറയുന്ന പേരാണ് സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ മിക്കപ്പോഴും വരാറുണ്ട്. ഫൈൻഡ് ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് എന്ന് പറയാം. എ മെട്രിക്സിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. വി ഹാവ് ടു ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, ഒന്നിൽ നമുക്ക് എന്താണ് ഐ പ്ലസ് എ ടി പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 ഫാക്ടർ കാണുക. ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ എ ക്യൂബ് ഒക്കെ ഒത്തിരി സമയം എടുക്കും. ഓക്കെ, സോ ഒന്നിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് കാണാം. ഇത് ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണ്. അതിനെക്കാട്ടി എളുപ്പം എന്ന് പറയുന്നത് ഉണ്ടോ, ആദ്യം എസ് ഐ മൈനസ് എ കാണുക, അതിന്റെ ഇൻവേഴ്സ് കാണുക, എന്നിട്ട് അതിന്റെ എൽ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ വി ഗെറ്റ് ഇ റേസ് ടു എ ടി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. So the solution of a homogeneous state equation, that is a system without input, is called homogeneous input, and the solution is x of t equal to e raised to 8 into x of 0. Okay. ഇനി നോൺ ഹോമോജീനിയസ് ആണെങ്കിലോ, നമ്മുടെ ഇൻപുട്ട് ഉള്ള സിസ്റ്റത്തിന്റെ ആണെങ്കിലോ, അപ്പൊ അവിടെ യു എന്ന് പറയുന്ന സിസ്റ്റം അത് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും അല്ലെ? സോ എക്സ് ഡോട്ട് ഓഫ് ടി ഈക്വൽ ടു എ ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു യു ഓഫ് ടി, അത് അവിടെ തന്നെ റെപ്രസെന്റ് ചെയ്യും. യു എന്നുള്ള ടൈം അവിടെ തന്നെ കാണും. ഓക്കെ, സോ അസ്യൂം അവർ ഇനിഷ്യൽ കണ്ടീഷൻ ആസ് എക്സ് ഓഫ് 0. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്ന അറിയാവോ? ഈ എക്സ് ഓഫ് ടിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് ടി ആവും അല്ലെ? സോ എക്സ് ഈ എ ഇൻറ്റു എക്സ് ഓഫ് ടിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പൊ ഈ ഫോർമാറ്റിലാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നറിയോ? ഈ രണ്ട് സൈഡിലും ഇ റേസ് ടു മൈനസ് എ ടി കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. അവർക്ക് ഇ റേസ് ടു മൈനസ് എ ടി. ഓക്കെ, അപ്പൊ എങ്ങനെ വരും അറിയാവോ? ഇ റേസ് ടു എ ടി കൊണ്ട് ഞാൻ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇ റേസ് ടു മൈനസ് എ ടി എക്സ് ഡോട്ട് ഓഫ് ടി പ്ലസ് അങ്ങനെ പ്ലസ് ആക്കി. ഈ ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ഈ മൈനസ് എവിടെ തന്നെ ഉണ്ടേ എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ബി ഇൻറ്റു ടി. വേറെ മാറ്റമൊന്നുമില്ല. ഓക്കെ, ഈ മൈനസ് എ പ്രത്യേകം എടുത്ത് എഴുതി, വേറെ ഒരു മാറ്റമൊന്നും വന്നില്ല. ഇനി നിങ്ങൾ ഈ എൽ എച്ച് എസ് നോക്കി, ഇത്രയും പോർഷൻ മാത്രം നോക്കി. ഇത് കാണുമ്പോൾ ഏതിന്റെങ്കിലും ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ, ഏതോ ഒരു ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഏതായിരിക്കും ടേം പറയാൻ പറ്റും? ഏതോ ഒരു ടേം, ആ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഈ ഫോം കിട്ടും. അറിയാവോ? സോ നിങ്ങൾ അധികം കൺഫ്യൂഷൻ ആക്കണ്ട, നിങ്ങൾ നോക്കുക. ഇ റേസ് ടു മൈനസ് 18 എക്സ് ഓഫ് ടി. ഓക്കെ, ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി, അങ്ങനെ കിട്ടും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് അല്ലെ? ഇ റേസ് ടു 18 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി. അതിന്റെ ഇതായിരിക്കുന്നത് ഇ റേസ് ടു 18 ഇൻറ്റു ഡി ബൈ ഡി ടി മീൻസ് എക്സ് ഡോട്ട് ഓഫ് ടി അല്ലെ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഇ റേസ് ടു മൈനസ് 80 ഇൻറ്റു മൈനസ് എ, ഇ റേസ് ടു മൈനസ് 80 ഇൻറ്റു മൈനസ് എ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ? ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 80. വിച്ച് മീൻസ് എന്താണ്? ഇതിന് പകരം, ഓക്കെ, ഇനി ഇതിന് പകരം ഇ റേസ് ടു മൈനസ് 80 എക്സ് ഡോട്ട് ഓഫ് ടി പ്ലസ് ഇ റേസ് ടു മൈനസ് 80 ഇൻറ്റു മൈനസ് എ എക്സ് ഓഫ് ടിക്ക് പകരം എന്ത് എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു മൈനസ് 80 ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് എഴുതിക്കൂടെ? വിച്ച് മീൻസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എനിക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ക്ലിയർ? സോ ഇതിങ്ങനെ എനിക്ക് എഴുതാം. ഓക്കെ, ശരി. ഇനി ആ ഡി ടി കൊണ്ട് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആയോ? വേറെ മാറ്റമൊന്നും വരത്തില്ല. Then ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓൺ ഇന്റഗ്രേറ്റിംഗ് ദ above equation we get, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡി അങ്ങ് ക്യാൻസൽ ആയി പോകും അല്ലേ? സോ ഇ റേസ് ടു മൈനസ് 18 എക്സ് ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ഇനിഷ്യൽ കണ്ടീഷൻ പ്ലസ് ഇന്റഗ്രൽ 0 ടി. ഓക്കെ, ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇവിടെ ടി എന്നുള്ള ലിമിറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ എന്തൊരു ഇന്റഗ്രേറ്റിംഗ് ഫംഗ്ഷൻ ഞാൻ ടോയിലോട്ട് ഞാൻ ജസ്റ്റ് മാറ്റുക. ഓക്കെ, ടി കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ടി ഇവിടെ ലിമിറ്റിലേക്ക് ടി കൊടുത്തത് കാരണം കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ടോയിലേക്ക് മാറ്റി. സോ ഇ റേസ് ടു എ ടോ ഇൻറ്റു ബി ഇൻറ്റു യു ഓഫ് ടി ഡി ടോ. ക്ലിയർ ആയോ? ക്ലിയർ ആയി? ഓക്കെ, ഇങ്ങനെ വന്നു.
ഇനി ഞാൻ ഇവിടെ e raised to minus 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ. ഓക്കെ, സോ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ആ e raised to 8 കൊണ്ട് ഞാൻ വീണ്ടും ആദ്യം e raised to minus 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, e raised to 8 കൊണ്ട് ഒന്നുകൂടി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നറിയോ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടോ, സോ ഇങ്ങനെ വരും. ഓക്കെ, രണ്ട് സൈഡിൽ ഞാൻ e raised to 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് x of 0 e raised to 8 കൊണ്ട് ഈ ഫുൾ ടേമിനും e raised to 8 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, എന്താ e raised to 18 e raised to minus 80 1 അല്ലേ. So x of t equal e raised to 80 into x of 0 plus e raised to 80 into e integral 0 to t e raised to minus 8 b u to d2 അല്ലേ. ഇനി e raised to 8 ഞാൻ അകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പൊ എങ്ങനെ വരും, so our solution is x of t equal to e raised to 80 x of 0 plus integrate 0 to t a e raised to a t minus 2 അകത്തേക്ക് എത്തി കോമൺ ആക്കി എടുത്ത് b into u to d2. ഓക്കെ, സോ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം ഡിറൈവ് the solution of a non homogeneous state equation ചോദിച്ചാൽ നമ്മൾ ഇതാണ് നമുക്ക് എഴുതാൻ. ഓക്കെ, കുഴപ്പമില്ലല്ലോ, നിങ്ങൾ ഇവിടെ മാത്രം ഓർത്ത് തന്നാൽ മതി. ഇതെന്ന് പറയുന്നത് d by dt of e raised to minus 8 x of t എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ഇക്വേഷൻ. സോ ഇതിന് പകരം ഇതങ്ങ് എഴുതി, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ശരി. സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് ആണ് e raised to 80. അവർ ഞാൻ എപ്പോഴും നമ്മൾ 5t എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, 5t 5 into t. ഓക്കെ, സോ 50 എന്ന് പറയുന്നത് e raised to a into 0 that equal to i ആയിരിക്കും. ഓക്കെ, എപ്പോഴും നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സിനെ ഞാൻ ആ e raised to minus 80 എന്നുള്ളത് e raised to minus 80 ആണ് എന്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ്. അവനെ എപ്പോഴും എങ്ങനെയാണെന്നറിയുമോ, 5 of t എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി 50 എന്ന് പറയുമ്പോഴത്തേക്കും e raised to a0 that should be i. ഓക്കെ, ഇനി 5 of t എന്ന് പറയുന്നത് 5 of minus t ആയിരിക്കും. അതിന്റെ എന്താ പറയാ, എന്റെ പ്രൂഫ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൂഫ് ആണെന്നല്ല, 5 of t equal to 5 of minus t. അതിന്റെ 5 of t1 plus t2 എന്ന് പറയുന്നത് 5 of t2 into 5 of t1. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്ന് പ്രോപ്പർട്ടീസ്. നമ്മൾ സാധാരണ പാർട്ടായിട്ട് വരാറുണ്ട്. ഒന്നുകൂടെ പറയും, 5 of 0 is equal to i, 5 of t എന്ന് പറയുന്നത് 5 of minus t, 5 of t1 plus t2 എന്ന് പറയുന്നത് 5 of t2 into 5 of t1. ഓക്കെ, ഇത് മാത്രം ഒന്ന് ഓർത്ത് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനോട്ട് പോകാം. ഓക്കെ, സോ കൺസിഡർ എ മാട്രിക്സ്, ഒരു എ മാട്രിക്സ് ഉണ്ട്. കമ്പ്യൂട്ട് e raised to 80. e raised to 80 എന്താണ് കാണുക, അതായത് നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് എന്താണെന്ന് കാണുക. ഓക്കെ, സോ എ മാട്രിക്സ് ഉണ്ടേ. സോ നമുക്കറിയാം സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് നമ്മൾ എങ്ങനെയാ കാണുക, സ്റ്റേറ്റ് ട്രാൻസിഷൻ മാട്രിക്സ് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം, L ഇൻവേഴ്സ് ഓഫ് si minus a ഹോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇത് ആദ്യമേ കയറി കാണാൻ വലിയ പാടാണ്. സോറി, e raised to 80 എന്ന് പറഞ്ഞാൽ സി നോക്കണ്ട കേട്ടോ. e raised to 80 എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് 5 of t എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇറ്റ് ഈസ് ഗിവൺ ബൈ ആദ്യം si minus a കാണുക, അതിന്റെ ഇൻവേഴ്സ് കാണുക, എന്നിട്ട് എൽ ഇൻവേഴ്സ് കാണുക. ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, ആദ്യം si minus a കാണുക, ക്ലിയർ ആയോ, എന്നിട്ട് അവന്റെ ഇൻവേഴ്സ് കാണുക, എന്നിട്ട് അവന്റെ എൽ ഇൻവേഴ്സ് കാണുക. ഓക്കെ, സോ നമുക്ക് ആദ്യം 1 by 1 ആയിട്ട് പോകും. ആദ്യം si minus a കാണുക. ഓക്കെ, സോ നിങ്ങളുടെ സൈഡിൽ എന്ന് എഴുതി പറഞ്ഞേ. സോ ആദ്യം si minus a നമുക്കറിയാം അല്ലേ. സോ i എന്ന് പറഞ്ഞ ഐഡന്റിറ്റി മെട്രിക്സ്, എയുടെ ഓർഡർ എത്രയാ, 2/2 ആണ് അല്ലേ. സോ നമ്മൾ i എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. s into i മൈനസ് a മെട്രിക്സ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് s into i. i മീൻസ് അവർ ഐഡന്റിറ്റി മെട്രിക്സ്. സോ s into i ആകുമ്പോൾ എന്ത് കിട്ടും, s 0 0 into s അല്ലേ. സോ ഇതാണ് നമ്മുടെ si minus a. സോ we get s minus 1 2 s plus 3. ഓക്കെ, സോ നമ്മുടെ s minus a ആയി അല്ലേ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, si minus a ഇൻവേഴ്സ് കാണണം. ഓക്കെ, സോ si minus a ഇൻവേഴ്സ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ഒരു 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് എങ്ങനെ കാണാം, ഇതുപോലെയാണ് 2/2 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എളുപ്പമാണ്. ഓക്കെ, ഈ ഓക്കെ ഇവന്മാർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, എന്നിട്ട് ഇവന്മാരുടെ സൈൻ അങ്ങ് മാറ്റുക ബൈ ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ്. എളുപ്പമാണേ. ഒരു 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ വളരെ എളുപ്പമാണ്. കമ്പ്യൂട്ടേഷൻ ഒന്നും പോകണ്ട.
ഓക്കെ, നോക്കി എസും എസ് പ്ലസ് ത്രീ അല്ലെ, യവന്മാരെ പൊസിഷൻ അങ്ങോട്ട് മാറ്റും. അതായത് എസ് ഇവിടെ വരും, എസ് പ്ലസ് ത്രീ ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് യവന്മാരുടെ രണ്ടിന്റെ -1 +1 ആവും, 2 എന്ന് പറഞ്ഞാൽ -2 ആവും. എളുപ്പമാണ്. ബൈ ഡിറ്റർമിനന്റ് ഓഫ് എസ് ഐ മൈനസ് എ. ക്ലിയർ ആയോ? സോ ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എസ് ഐ മൈനസ് എ, അങ്ങനെ ഞാൻ ഡെൽറ്റ എന്ന് പറഞ്ഞെടുക്കുകയാണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എസ് ഐ മൈനസ് എ. അങ്ങനെ എന്ത് കിട്ടൂടെ ഇതിന്റെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് കാണുമ്പോഴത്തേക്ക് എസ് പ്ലസ് 2 × എസ് പ്ലസ് 1 എന്ന് കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അതായത് എസ് ഇൻറ്റു എസ് പ്ലസ് 3 മൈനസ് 2 × -1. ഇത് ചെയ്യുമ്പോഴത്തേക്കും എസ് പ്ലസ് 2 × എസ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി എനിക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ് കാണാം. എങ്ങനെയാ? ഈ എസും എസ് പ്ലസ് 3 പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, എന്നിട്ട് യവന്മാരുടെ സൈൻ അങ്ങ് മാറ്റുക. ഇത്രയേ ഉള്ളൂ. ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ക്ലിയർ ആയോ? സോ ഡിറ്റർമിനന്റ് ആണോ 1 ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് 1 ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 2 ആണ്. സോ 1 ഡിറ്റർമിനന്റ് ഡിവൈഡ് ചെയ്യുക. സോ 1 ബൈ ഡിറ്റർമിനന്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ എസിനെ താഴെ കൊണ്ടുവന്നു, ഈ എസിനെ അങ്ങോട്ട്, യവന്മാരുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. കണ്ടോ? ഇപ്പൊ എസ് പ്ലസ് 3 മേളിൽ വന്നു, എസ് താഴെ വന്നു. എസ് പ്ലസ് 3 വന്നു. ഇനി -1ന്റെ സൈൻ അവന് ഇൻവേഴ്സ് എടുത്തു, +1 ആവും. 2 × -2 ആവും. ഓക്കെ, ക്ലിയർ ആയോ? സോ ഇതാണ് നമ്മുടെ 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ്. വളരെ എളുപ്പമാണ്. നമ്മൾ കമ്പ്യൂട്ടേഷൻ ഒന്നും വേണ്ട, ആ ഡിറ്റർമിനന്റ് മാത്രം മതി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇതല്ലേ ഈ 1 ബൈ എസ് പ്ലസ് 1 എസ് പ്ലസ് 2 എല്ലാത്തിനും ബാധകമാണ്. ഞാൻ ഫുള്ളും കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ അപ്പം എൽ ഇൻവേഴ്സ് ഓഫ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സും ആണ് കാണേണ്ടത്. ഓക്കെ, ആദ്യം എസ് ഐ മൈനസ് എ കണ്ടു, അവന്റെ ഇൻവേഴ്സ് കണ്ടു അല്ലെ. സോ ഇതിന്റെ ഓരോന്നിന്റെയും എൽ ഇൻവേഴ്സ് കാണണം അല്ലെ. എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 2, 1 ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 2, -2 ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 2, എസ് ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 2. ഇതിന്റെ ഇൻവേഴ്സ് കാണാൻ എളുപ്പമാണ്. നമ്മൾ ആദ്യത്തെ പോർഷനെ പഠിച്ചതാണ്. ഇതെല്ലാം കോംപ്ലക്സ് ഫോർമാറ്റിൽ നിൽക്കല്ലേ അല്ലേ. സോ ഈ കോംപ്ലക്സ് ഫോമിൽ നിൽക്കുന്നതിന്റെ ഒന്നിന്റെയും നമുക്ക് ഇൻവേഴ്സ് ലാപ്ലാസ് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അവനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്ത് 2 കുഞ്ഞു പോർഷനാക്കി മാറ്റുക. ഓക്കെ, സോ ഇതിലേക്ക് പാർഷ്യൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 1 എസ് പ്ലസ് 2 സിംപ്ലിഫൈ ബൈ a1 ബൈ എസ് പ്ലസ് 1 × b1 ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. അതേപോലെ 1 ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 2 പകരം a2 ബൈ എസ് പ്ലസ് 1 × b2 ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. -2 ബൈ എസ് പ്ലസ് 1 × എസ് പ്ലസ് 2 പകരം a3 ബൈ എസ് പ്ലസ് 1 പ്ലസ് b3 ബൈ എസ് പ്ലസ് 2 എന്ന് കിട്ടും. സിമിലർലി ഇതിങ്ങനെ കിട്ടും. ഓക്കെ, സോ a1 ഉം b1 ഉം കാണാൻ നിങ്ങൾക്ക് അറിയാം. a2 b2 നിങ്ങൾ കാണുക, a3 b3 നിങ്ങൾ കാണുക, a4 b4 കാണുക. ഓക്കെ, അത് കണ്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയം പോകും. നിങ്ങൾക്ക് കാണാൻ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇതാണ് എസ് ഐ മൈനസ് എ ഇൻവേഴ്സ്. ഓക്കെ, ഇപ്പോ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലാസ് കാണാൻ എളുപ്പമാണ്. ഓക്കെ, 1 ബൈ എസ് പ്ലസ് എ ആണെങ്കിൽ e raised to minus at ആണ് അതിന് ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറഞ്ഞത്. ഒന്നുകൂടെ പറയാം, 1 ബൈ എസ് പ്ലസ് എ ഇൻവേഴ്സ് ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ e raised to minus at. ഓക്കെ, സോ ഇതിന്റെ ഓരോ ടേമിലും ഇൻവേഴ്സ് ലാപ്ലാസ് അപ്ലൈ ചെയ്യാം. 2 ബൈ എസ് പ്ലസ് 1 പകരം എന്താ 2 കോൺസ്റ്റന്റ് ആണ്, e raised to minus at, a സ്ഥാനത്ത് 1, സോ e raised to minus t ഉണ്ടോ. 2 × e raised to minus t, ഈ മൈനസ് ഇവിടെയുണ്ട്. ഓക്കെ, ഈ 1 ബൈ എസ് പ്ലസ് 2 പകരം e raised to minus 2t അല്ലേ. 1 ബൈ എസ് പ്ലസ് 1 പകരം e raised to minus t, ഈ മൈനസ് ഇവിടെയുണ്ട്. 1 ബൈ എസ് പ്ലസ് 2 പകരം e raised to minus 2t, അതേപോലെ എടുത്താൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് മൈ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. സോ ഇത് കുറച്ച് സമയം എടുക്കും, എനിക്കറിയാം. നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കിയത് സൊല്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ആണ്. സോറി, സൊല്യൂഷൻ ഓഫ് എ സ്റ്റേറ്റ് ഇക്വേഷൻ ആണ്. അത് ഹോമോജീനിയസ് ഉണ്ട്, നോൺ ഹോമോജീനിയസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് ഉണ്ട്. ഇറ്റ് ഈസ് ഗിവൺ ബൈ e raised to at, and the method to find the e raised to at is ആദ്യം si മൈനസ് a കാണുക, അതിന്റെ ഇൻവേഴ്സ് കാണുക, എന്നിട്ട് തന്നെ ടോട്ടൽ എൽ ഇൻവേഴ്സ് കാണുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.